നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവിതാംകൂർ ദേവസ്വം സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം ഇന്ന് നടക്കും. പമ്പാതീരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യുക. ഇതിനായി മുഖ്യമന്ത്രി ഇന്നലെ രാത്രി തന്നെ പമ്പയിൽ എത്തിയിരുന്നു. ക്ഷണം തമിഴ്നാട് സർക്കാർ മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത്. കേരളത്തിലെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും മാത്രമാണ് ചടങ്ങിലെ മറ്റ് ക്ഷണിതാക്കൾ. ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്ന് തമിഴ്നാട് ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങൾ പിൻവാങ്ങിയതിനു പിന്നിൽ ചില താൽപര്യങ്ങൾ ഉണ്ടെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറയുന്നത്. കേരളത്തിലെ പ്രതിപക്ഷവും BJPയും അയ്യപ്പ സംഗമം ബഹിഷ്കരിച്ചിട്ടുണ്ട്. അയ്യപ്പന്റെ പേരിൽ പമ്പയിൽ നടക്കാൻ പോകുന്നത് LDFന്റെ രാഷ്ട്രീയ സംഗമമാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 400 വർഷം പഴക്കമുള്ള തടിയിൽ പണിത നാരകത്തറവാട് എന്ന വീട് കത്തി നശിച്ചു. തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിക്കൂറയും കയറും ഇവിടെ നിന്നാണ് കൊണ്ടുപോയിരുന്നത്. തിരുവല്ലത്തെ ഇടയാറിലായിരുന്നു വീട്. സാമൂഹ്യ വിരുദ്ധർ തീയിട്ടതാണെന്നാണ് പ്രാഥമിക നിഗമനം. പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി തീയണച്ചു. 4 വർഷമായി പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു തറവാട്. പൂന്തുറ സ്വദേശികളാണ് ഉടമസ്ഥർ. കഴിഞ്ഞ ദിവസം രാത്രി 8:30യോടെയായിരുന്നു സംഭവം. ചാക്ക, വിഴിഞ്ഞം എന്നിവിടങ്ങളിലെ അഗ്നിരക്ഷാ സേനാംഗങ്ങളാണ് എത്തിയത്. ഭാര്യമാരെ തുല്യമായി പോറ്റാമെങ്കിലേ മുസ്ലിമിന് ഒന്നിലേറെ വിവാഹങ്ങൾ പറ്റൂ എന്ന് ഹൈക്കോടതി വിധി. കാഴ്ചപരിമിതിയുള്ള യാചകന് കിട്ടുന്ന 25,000 രൂപയിൽ 10,000 രൂപ ജീവനാംശം അനുവദിക്കണമെന്ന ആവശ്യത്തിൽ ഒരു അന്ധന് 3ാം വിവാഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മതനേതാക്കൾ ഉൾപ്പെടെയുള്ള സമർത്ഥരായ കൗൺസിലർമാർ വഴി കൗൺസിലിംഗ് നൽകാൻ സാമൂഹ്യക്ഷേമ വകുപ്പിനോട് നിർദ്ദേശിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഈ വിധി പുറപ്പെടുവിച്ചത്. സ്വർണ്ണപ്പാളികൾ കാണാതായ സംഭവത്തിൽ ദേവസ്വം മന്ത്രിയുടെ മൗനം കുറ്റകരമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതിന്റെ ഗിമ്മിക്കാണ് അയ്യപ്പ സംഗമം. 7 കോടി രൂപ ചെലവഴിച്ച് പമ്പയിൽ അയ്യപ്പ സംഗമം നടത്തേണ്ട യാതൊരു ആവശ്യവുമില്ലെന്നും ശബരിമല വികസനത്തിനായി ഇതുവരെ ലഭിച്ചതും ചെലവഴിച്ചതുമായ ഫണ്ടിനെപ്പറ്റി ധവളപത്രം പുറത്തിറക്കാൻ സർക്കാരും ബോർഡും തയ്യാറാവണമെന്നും കുമ്മനം രാജശേഖരൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സൂപ്രണ്ടിനെ മാറ്റുന്നതിൽ തീരുമാനം നീളുന്നു. നിലവിലെ സൂപ്രണ്ട് ഡോക്ടർ സുനിൽകുമാറിന് പകരം ആരെ സൂപ്രണ്ട് സ്ഥാനത്തേക്ക് നിയമിക്കണമെന്നതിൽ ആലോചനകൾ തുടരുകയാണ്. പകരക്കാരനിൽ തീരുമാനമാവാത്തതിനാൽ ഡോക്ടർ സുനിൽകുമാർ തന്നെ ഇപ്പോഴും സൂപ്രണ്ട് സ്ഥാനത്ത് തുടരുകയാണ്. ആശുപത്രിയുടെ സൂപ്രണ്ടായി തുടരാൻ താൽപര്യമില്ലെന്ന് അറിയിച്ച് ഡോക്ടർ സുനിൽകുമാർ 2 ദിവസം മുമ്പ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് കത്ത് നൽകിയിരുന്നു. സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർ മുതൽ ഉന്നത തലങ്ങളിലെ പോലീസ് ഉദ്യോഗസ്ഥർ വരെ കൈക്കൂലി വാങ്ങാൻ സാധ്യതയുള്ള വഴികൾ തേടി പോലീസിൽ രഹസ്യാന്വേഷണം. ആരും അറിയാതെയും കൈയോടെ പിടിയിലാകാതെയും പോലീസ് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്ന പുതിയ വഴികളെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനായിരുന്നു നിർദ്ദേശം. കരിങ്കൽ, ചെങ്കൽ ക്വാറികൾ, മണൽ, ചെമ്മണ്ണ് കടത്ത്, അബ്കാരി, ഒറ്റ നമ്പർ ചൂതാട്ടം, മട്ക, സംസ്ഥാന അതിർത്തി കടന്നെത്തുന്ന വാഹനങ്ങൾ തുടങ്ങിയ സ്ഥിരം വരുമാന കേന്ദ്രങ്ങളുമായുള്ള ഇടപാടുകൾ തുടങ്ങിയവയെല്ലാം റിപ്പോർട്ടിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഗാങ്സ്റ്ററിലെ യാ അലി എന്ന ഗാനത്തിലൂടെ രാജ്യവ്യാപകമായി പ്രശസ്തി നേടിയ ആസമീസ് ഗായകൻ സുബീൻ ഗാർഗിന് സിംഗപ്പൂരിൽ സ്കൂബ ഡൈവിംഗിനിടെ അപകടത്തിൽ ദാരുണാന്ത്യം. പരിക്കേറ്റ സുബീനെ സിംഗപ്പൂർ ജനറൽ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സുബീന്റെ വിയോഗത്തെ തുടർന്ന് സംഘാടകർ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഫെസ്റ്റിവൽ റദ്ദാക്കി. മൃതദേഹം സിംഗപ്പൂരിൽ നിന്ന് ആസമിലേക്ക് കൊണ്ടുവരും. മരണത്തിൽ അനുശോചിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ ഗോദ്രയിലും വഡോദരയിലെ ജുനീഗഡിയിലും മതമൗലികവാദികളുടെ കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് പരാജയപ്പെടുത്തി. ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവർ B ഡിവിഷൻ പോലീസ് സ്റ്റേഷൻ തകർത്തു. ഈ സമുദായത്തിൽപ്പെട്ട ഒരു സോഷ്യൽ മീഡിയ പ്രവർത്തകനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചതാണ് സംഭവത്തിന് കാരണമായത്. പ്രകോപനപരമായ പോസ്റ്റുകൾ വൈറലാക്കുന്നത് തടയാൻ പോലീസ് ഇയാളെ വിളിച്ചു വരുത്തിയിരുന്നു. ഇതിനു പുറമെ വഡോദരയിലെ ജുനീഗഡിയിലും ഒരു ബഹളമുണ്ടായി. വഡോദരയിലെ ജുനീഗഡിയിൽ ഹൈന്ദവ സമുദായങ്ങളെ ലക്ഷ്യം വെച്ച് മറ്റു ചില മതമൗലികവാദികൾ സംഘർഷം സൃഷ്ടിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിച്ചു. വഡോദരയിലെ സെൻസിറ്റീവ് ഏരിയയായ ജുനിഗഡിയിലാണ് സംഭവം. ഈടില്ലാതെ വനിതകൾക്ക് വ്യവസായ സംരംഭം ആരംഭിക്കാൻ 10 കോടി രൂപ വരെ വായ്പ നൽകുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത. ചെറുകിട ഇടത്തരം വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം. ഡൽഹി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ DUSU പ്രസിഡന്റായി അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് ABVP സ്ഥാനാർത്ഥി ആര്യൻ മാൻ പ്രഖ്യാപിക്കപ്പെട്ടു. ഏകദേശം 21 റൗണ്ട് വോട്ടെണ്ണലിന് ശേഷം ABVP വിജയം നേടി. NSUIയുടെ രാഹുൽ ചാൻസ്ലർ വൈസ് പ്രസിഡന്റ് സ്ഥാനം നേടി. ABVPയുടെ കുനാൽ ചൌധരി സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തു. ABVPയുടെ തന്നെ ദീപിക ഝാ ജോയിന്റ് സെക്രട്ടറി സ്ഥാനം നേടി. മണിപ്പൂരിലെ ഇംഫാലിൽ പ്രാന്തപ്രദേശത്ത് ഒരു കൂട്ടം തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ അസം റൈഫിൾസിലെ 2 ജവാന്മാർ കൊല്ലപ്പെടുകയും 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റവരെ ഇംഫാലിലെ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പ്രവേശിപ്പിച്ചു. ഭീകരവിരുദ്ധ നീക്കത്തിന്റെ ഭാഗമായി ജമ്മു കാശ്മീരിലുടനീളം സുരക്ഷാ സേന പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്.
തുടർച്ചയായ വിജയങ്ങളോടെയാണ് ഇത്. പൂഞ്ചിൽ സൈന്യവും ജമ്മുകാശ്മീർ പോലീസും ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തു. അതേസമയം ദോഡ ഉദ്ധംപൂർ അതിർത്തിയിൽ തീവ്രവാദികളുമായി ഏറ്റുമുട്ടൽ നടക്കുന്നു. അതിനിടെ സൈന്യവും ജമ്മുകാശ്മീർ പൂഞ്ച് സെക്ടറിൽ ഇന്റലിജൻസ് അധിഷ്ഠിത സംയുക്ത തെരച്ചിലിനിടെ പോലീസ് യുദ്ധസമാനമായ ഒരു സംഭരണശാല കണ്ടെടുത്തു. ഒരു AK സീരീസ് റൈഫിൾ, 4 മാഗസിനുകൾ, 20 ഹാൻഡ് ഗ്രനേഡുകൾ, മറ്റു യുദ്ധസമാനമായ സംഭരണശാലകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ജാഗ്രത പുലർത്തുന്ന സൈനികർ ഓപ്പറേഷൻ വേഗത്തിൽ നടത്തിയതായും പ്രദേശത്ത് ഇപ്പോഴും തെരച്ചിൽ പുരോഗമിക്കുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഗുവാഹത്തിയിൽ വെള്ളപ്പൊക്കത്തിന് കാരണമായ മഹബൂബുൾ ഹോക്കിന്റെ ഉടമസ്ഥതയിലുള്ള USTM വനഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ചതാണെന്നും സുപ്രീം കോടതിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. അസം മുഖ്യമന്ത്രി ഇതിനെ വെള്ളപ്പൊക്ക ജിഹാദ് എന്ന് വിളിച്ചത് സത്യമായി. വനസംരക്ഷണ നിയമപ്രകാരമുള്ള അനുമതിയില്ലാതെ UASTM 25 ഹെക്ടർ വനഭൂമി കയ്യേറിയതായി CEC അന്വേഷണം എടുത്തുകാണിക്കുന്നു. സർവകലാശാലയുടെ 93% പ്രവർത്തിക്കുന്നത് കേടുപാടുകൾ സംഭവിച്ചതും തകർന്നതും നഗ്നമായി ചൂഷണം ചെയ്യപ്പെട്ടതും കുഴിച്ചെടുത്തതുമായ വനഭൂമിയിലാണ്. ഇതൊരു അനിയന്ത്രിതമായ പാരിസ്ഥിതിക ദുരന്തമാണ്. വെള്ളിയാഴ്ച വൈകുന്നേരം മുംബൈയിൽ നിന്ന് തായ്ലൻഡിലെ ഫുക്കറ്റയിലേക്ക് സർവീസ് നടത്തിയിരുന്ന ഇൻഡിഗോ വിമാനം 6E1089 സുരക്ഷാ ഭീഷണിയെ തുടർന്ന് ചെന്നൈ വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡിംഗ് നടത്തേണ്ടി വന്നു. വിമാനത്തിന്റെ ടോയ്ലറ്റിൽ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് മുംബൈ വിമാനത്താവള അധികൃതരെ അറിയിച്ചതിനെ തുടർന്ന് 176 യാത്രക്കാരും 6 ജീവനക്കാരും സഞ്ചരിച്ച വിമാനം ഉടൻ ചെന്നൈയിലേക്ക് തിരിച്ചുവിട്ടു. വിമാനം പറക്കുന്നതിനിടയിൽ പൊട്ടിത്തെറിക്കുമെന്നും തുടർന്ന് കോൾ വിച്ഛേദിക്കുമെന്നും വിളിച്ചയാൾ പറഞ്ഞു. ഈജിപ്തിലെ മ്യൂസിയത്തിൽ നിന്നും നഷ്ടമായ 3000 വർഷം പഴക്കമുള്ള സ്വർണ്ണ കൈച്ചെയിൻ കണ്ടെത്തിയതിന്റെ സന്തോഷത്തിലാണ് ഈജിപ്തുകാർ. ഈജിപ്തിലെത്തുന്ന വിനോദസഞ്ചാരികളെ ആകർഷിച്ചിരുന്ന പ്രധാന പുരാവസ്തുക്കളിൽ ഒന്നായിരുന്നു ഈ സ്വർണ്ണ കൈച്ചെയിൻ. പക്ഷേ ഉരുക്കിയ നിലയിലാണ് ഈ കൈച്ചെയിൻ കണ്ടെത്തിയത്. BC 1000 ഈജിപ്ത് ഭരിച്ചിരുന്ന ഫറോവയായ അമെനെപ്മോപ്പിൻ ധരിച്ചിരുന്നതാണ് ഈ കൈച്ചെയിൻ. ഏതാണ്ട് 1,94,000 ഈജിപ്ഷ്യൻ പൗണ്ട്, അതായത് $4,000, 3.5 ലക്ഷം രൂപ വിലമതിക്കുന്ന പുരാവസ്തു കണ്ടെത്താൻ കഴിഞ്ഞത് ഈജിപ്തിന് ആശ്വാസകരമായിട്ടുണ്ട്. ഒരു മ്യൂസിയം പുനരുദ്ധാരണ വിദഗ്ധനാണ് അപൂർവ പുരാവസ്തു മോഷ്ടിച്ചതെന്നാണ് റിപ്പോർട്ട്. വെള്ളിയാഴ്ച ഫിൻലാൻഡ് ഉൾക്കടലിന് മുകളിലൂടെ എസ്തോണിയൻ വ്യോമാതിർത്തി ലംഘിച്ച 3 റഷ്യൻ MiG-31 യുദ്ധവിമാനങ്ങൾ എസ്തോണിയൻ വിമാനാതിർത്തിയിൽ പ്രവേശിച്ചു. ഇത് നാറ്റോയുടെ വ്യോമ പ്രതിരോധ പിന്തുണാ ദൗത്യത്തിൽ കൂടെയുള്ള ഇറ്റാലിയൻ F-35 യുദ്ധവിമാനങ്ങൾ റഷ്യൻ ജെറ്റുകളെ തടയാനും അവയ്ക്ക് മുന്നറിയിപ്പ് നൽകാനും ശ്രമിച്ചതായി എസ്തോണിയൻ, ഇറ്റാലിയൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. സംഭവത്തിൽ റഷ്യയുടെ ചാർജ് ഡി അഫയേഴ്സിനെ വിളിച്ചു വരുത്തിയതായി രാജ്യത്തിന്റെ വിദേശകാര്യ മന്ത്രാലയവും അവകാശപ്പെട്ടു. കുടിയേറ്റം തടയാനുള്ള തന്റെ ഏറ്റവും പുതിയ ശ്രമങ്ങളുടെ ഭാഗമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് H-1B വിസ അപേക്ഷകർക്ക് $1 ലക്ഷം, അതായത് 88 ലക്ഷത്തിലധികം രൂപ ഫീസ് ചുമത്തുന്ന ഒരു പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചു. ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള വിദഗ്ധ തൊഴിലാളികളെ വളരെയധികം ആശ്രയിക്കുന്ന സാങ്കേതിക മേഖലയ്ക്ക് ഇത് വൻ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.